പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ദർശനങ്ങൾ ലഭിച്ച ലൂർദിലെ ബർണദീത്ത തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സന്യാസ ആശ്രമത്തിൽ ചേർന്നു. അവൾ സന്യാസ പരിശീലനം നേടിക്കൊണ്ടിരിക്കെ ഒരിക്കൽ മഠാധിപ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ബർണദീത്തായോട് ചോദിച്ചു, മകളെ ബർണദീത്ത, ഭക്ഷണനേരത്ത് നിനക്ക് ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ടാൽ നീ എന്തു ചെയ്യും? നിയമമനുസരിക്കാനായി ഉണ്ണീശോയെ തനിച്ചിരുത്തി നീ ഭക്ഷണം കഴിക്കാൻ വരുമോ? അതോ ഭക്ഷണം ഉപേക്ഷിച്ച് ഉണ്ണീശോയുമായുള്ള സംഭാഷണം തുടരുമോ? കാരണം സന്യാസ നിയമം തെറ്റിക്കുന്നത് ശരിയല്ലായിരുന്നു. ബർണദീത്ത ഒട്ടും താമസിക്കാതെ മറുപടി നൽകി, ഞാൻ ഇത് രണ്ടും ചെയ്യില്ല. ഇത് കേട്ട് എല്ലാവരും പരസ്പരം പിറുപിറുത്തു. ബർണദീത്ത ധൈര്യസമേതം തുടർന്നു, നിയമാനുഷ്ഠാനത്തിൻ്റെ പേരിൽ ഉണ്ണീശോയെ ഒരിക്കലും ഉപേക്ഷിച്ച് തനിയെ ഇരുത്തില്ല. ഞാൻ ഉണ്ണീശോയുടെ പേരിൽ നിയമം ലംഘിക്കുകയുമില്ല. ഞാൻ എൻ്റെ ഉണ്ണീശോയെ എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണമേശയിലെത്തും. അവിടെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കും. വിശുദ്ധ മേരി ജോസഫ് റൊസല്ലോ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ അനുദിന കൃത്യങ്ങൾ ശരിയായി നിർവഹിച്ചാൽ നിനക്ക് ഒരു വിശുദ്ധനാകാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോ പ്രവൃത്തികളിലും, ഊണിലും ഉറക്കത്തിലും, ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം ഉണ്ണീശോയെ കൂട്ടുപിടിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, എന്നും അങ്ങയുടേത് മാത്രമായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ.